ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 75. എന്റെ പൊന്നു മക്കളെ, രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം വന്നൊരു എപ്പിസോഡായിരുന്നു എപ്പിസോഡ് 75. ഞാൻ ഇന്ന് സത്യം പറഞ്ഞോണ്ടല്ലോ, ആ എപ്പിസോഡ് ഇപ്പൊ തീരുന്നോളം വരെ കണ്ടിട്ടും എന്റെ മനസ്സിൽ ഫുൾ ഓടിക്കൊണ്ടിരുന്ന ഒരു ഒറ്റ മുഖം അൻസിബത്താത്തയുടെ മുഖം. എന്റെ വാട്ട് വാസ് ദാറ്റ്? ആദ്യം തൊട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല. ആദ്യം തൊട്ടൊന്നും ചേച്ചി കളിക്കത്തില്ല. ചേച്ചി എല്ലാം വെച്ചിരിക്കുകയായിരുന്നു. മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതാണ് മൈൻഡ് ഗെയിമർ. അവിടെ ഉള്ള എല്ലാവരും പണി കൊടുത്തത്, ഒരാളെ ടാർഗറ്റ് ചെയ്താണ് കൊടുത്തത് മൊത്തം. അയാളെ ഇരുത്തി കളഞ്ഞു. പക്ഷെ ബാക്കി എല്ലാരും മറ്റേ വാവളിച്ച് നിൽക്കുന്ന അവസ്ഥ. അതിന്റെ ഇടയ്ക്കോട്ട് ചാടിക്കയറി പലരും ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ഒന്നും ഏറ്റില്ല. സ്റ്റാർ അവിടെ അൻസിബത്താത്ത തന്നെയായിരുന്നു. അപ്പോ വെൽക്കം ബാക്ക്. അപ്പോ എപ്പിസോഡ് 75 ഇന്നത്തെ ദിവസം രാവിലെ പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് ഡാൻസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. ഡാൻസ് ഒക്കെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് എണ്ണം വന്നിട്ട് നമ്മുടെ നോറ ചേച്ചിക്ക് ഒരു ടാസ്ക് കൊടുത്തു, ഒരു രസകരമായിട്ടുള്ള ടാസ്ക്. കണ്ടസ്റ്റൻസ് എന്ത് ചോദിച്ചാലും നീ തെറ്റുത്തരം പറയണമെന്ന്. ഇതങ്ങോട്ട് പറഞ്ഞ് ബിഗ് ബോസ് ഇതങ്ങോട്ട് പറയേ അൻസിബത്താത്ത അവിടെ നിന്നിട്ട് നൈസായിട്ടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്ത് ചോദിച്ചാലും അവള് പണ്ടോട്ടെ തെറ്റിത്തരേ പറയത്തുള്ളൂ, കള്ളത്തരേ അവളുടെ വായിന്ന് പറയത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂലയിലോട്ട് അൻസിബത്താത്ത അങ്ങോട്ട് മാറി നടക്കുന്ന കണ്ടു. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്തേക്ക് അൻസിബത്താത്ത ഒരു സാധനം അങ്ങോട്ട് പറയും. സ്വന്തം വീട്ടുകാരെ വരെ നാട്ടുകാരുടെ മുന്നിൽ പിച്ചി ചീന്താൻ ഇട്ടുകൊടുത്ത് വിക്ടിം കാർഡ് കളിക്കുന്ന ഒരാളല്ലേ നോറ എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിച്ചപ്പോ ഉണ്ടല്ലോ, മറ്റേ അൻസിബ നമ്മുടെ നോറ ചേച്ചി ഉണ്ടല്ലോ, നോറ ചേച്ചി ഇപ്പൊ വല്ല തലയിൽ വല്ല എന്റെ ഇടുത്തി അങ്ങ് വീട് ഞാൻ ചത്തുപോണേ എന്നുള്ളൊരു മൂഡിലാണ് ചേച്ചി അവിടെ നിന്ന്. താഴത്തേക്ക് മറ്റേ ഭൂമി പിളർന്ന് താഴത്തേക്ക് പോകുന്ന ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ നോറ ചേച്ചിക്ക് ആ ഒരു സമയത്ത്. തീർന്നു നോറ ചേച്ചി എന്നുള്ളൊരു സാധനം എനിക്ക് മനസ്സിലായത്. വേറെ പല ആൾക്കാരും ജാസ്മിൻ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അല്ല ഏറ്റവും അൻസിബത്താത്തയുടെ ഈ ഒരു സാധനം. ഇത് കേട്ടപ്പോ ചേച്ചിയുടെ കിളി പോയി, നോറ ചേച്ചിയുടെ കിളിയൊക്കെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇന്ന് കുറെ ഗെയിംസും പരിപാടി. ഞാൻ ചിലപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല കേട്ടോ ഈ എപ്പിസോഡിൽ, ഈ ഒരു റിവ്യൂല്. കാരണം പോയി അൻസിബത്താത്തയുടെ ആ ഒരു ചോദ്യത്തിലും നോറ മറ്റേ ഉരുകി, ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ചു വെച്ച് ഒരു മിനിറ്റ് കൊണ്ട് അത് ഉരുകിത്തീരുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ഫീൽ, ആ ഒരു സാധനം എനിക്കിന്ന് കിട്ടിയത്. നോറയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. നോറയുടെ ഗെയിം തന്നെ, ആ ഒരു അവിടെ നിന്നിരുന്ന ആ ഒരു ടാസ്ക് എന്താണോ നോറ കളിക്കാൻ വെച്ചിരുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് നോറയ്ക്ക് കളിക്കാൻ പറ്റിയില്ല, കയ്യിൽ നിന്ന് പോയി. പ്രൊവോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭ്രാന്ത് പിടിച്ച വിത്തുകളാന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയായി. പക്ഷെ വിത്തുകളെ കെട്ടിയിട്ടേക്കുമായിരുന്നു. വിത്തുകളൊക്കെ അനങ്ങാനും പിടിക്കാനും മറ്റേ ഇങ്ങനെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ അയ്യോ കയ്യിന്ന് പോയല്ലോ. ഈ ഒരു ഫീലാണ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി. ഞാനിപ്പോ ഇത് പറയുമ്പോ പോലും ഉണ്ടല്ലോ, ഞാൻ മറ്റേ ഭയങ്കരമായിട്ട് ഓവർ എക്സൈറ്റഡ് എന്തൊക്കെയോ ആയി പോയിക്കൊണ്ടിരിക്കുക. കാരണം അൻസിബ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു സാധനം പ്രതീക്ഷിച്ചേ ഇല്ല. ആ ഒരു പ്രതീക്ഷിക്കാത്തൊരു സാധനം പെട്ടെന്നൊരു ബോംബ് ഇടുന്ന കണക്കായി പോയി. അൻസിബ ഇന്ന് ആ ഒരു സാധനം ഇട്ടപ്പോ അവള് നോക്കി, എല്ലാരും നമ്മൾ ഇത്രയും കാലം പറയുന്നുണ്ടായിരുന്നു അൻസിബ എന്ന് പറയുന്ന വ്യക്തി ആ കട്ടിലും പുറത്തിരുന്ന് മറ്റേ അമ്മച്ചി കളിക്കുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാരന്റ്സ് എല്ലാം വന്നപ്പോൾ മറ്റേ കുറെ പേര്, ഞാൻ അതിനെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. അൻസിബ എല്ലാ പാരന്റ്സ് വന്നപ്പോഴും അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പലരും ഞാൻ പറയുന്നത് കേട്ടു, അവര് മറ്റേ അമ്മച്ചി കളിക്കുന്ന ഒരു പരിപാടിയാണ്. ആയിക്കോട്ടെ, എന്ത് കളിച്ചാലും എനിക്കിന്ന് ഈ ഒരു പോയിന്റ് അൻസിബ നോറോട് പറഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? അൻസിബ വാല്യൂസ് എവറി പീപ്പിൾ. ലൈക്ക് വന്ന ഓരോ പാരന്റ്സിനും, നോറയുടെ ആണെങ്കിലും അച്ഛനും അമ്മയ്ക്കും വാപ്പയും ഉമ്മയും ഒക്കെ അൻസിബയ്ക്ക് നല്ല വാല്യൂ അൻസിബ കൊടുക്കുന്നുണ്ട്. അതാണ് ഇന്ന് അവിടെ അൻസിബ കാണിച്ചത്. നോറ അതിൽ പെട്ടുപോയി. നോറയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. നോറ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നോറയുടെ കയ്യിൽ നിന്ന് പോയി ആ ടാസ്ക് ഒക്കെ നോറ കുളമായി കളഞ്ഞു. നോറയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പ്രൊവോക്കായി. പിന്നെ അതിനെ അങ്ങ് സപ്രസ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ആയിപ്പോയി. ആരെന്ത് ചോദിച്ചിട്ടും നോറ സംസാരിക്കാൻ ചെല്ലും. നമ്മുടെ ജിൻഡോ ചേട്ടൻ അതിന്റെ ഇടയ്ക്ക് ഒരു ഗെയിം കളിക്കാൻ നോക്കിയത്, അത് നടന്നില്ല. പക്ഷെ ജിൻഡോ ചേട്ടൻ ചുമ്മാ റൈസ് ആയിക്കോട്ടൊക്കെ ചെന്നത്. അത് ഈ നോറയുടെ വീണ്ടും പറഞ്ഞ കാര്യം പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ജിൻഡോ ചേട്ടനും പൊളിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഗെയിം കൊണ്ടുണ്ടെ, അപ്പൊ അതവിടെ എടുക്കാനൊക്കെ ചെന്നപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും പിടിച്ചങ്ങ് ഇരുത്തി. കാരണം അൻസിബ ഓൾറെഡി അവിടെ മറ്റേ കപ്പും കൊണ്ട് നിൽക്കുക, ഇനി ഒന്നും ഇല്ല ഇതിനകത്ത് കളിക്കാൻ. ജാസ്മിനൊക്കെ അതിന്റെ ഇടയ്ക്കോട്ടൊന്ന് കയറാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ സൈഡിൽ കൂടെ ഓരോ ചേട്ടന്മാർ അടിച്ചിരുത്തി കൊടുക്കുന്നതൊക്കെ ഉണ്ട്, നമ്മുടെ സായിയൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ സിജോയും ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പരിപാടി പെട്ടെന്ന് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ടാസ്ക് നോറയ്ക്കുള്ള പരിപാടിയൊക്കെ തീരും. പക്ഷെ അത് തീർന്നിട്ടും അൻസിബ ഋഷിയോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ അഭിഷേക് വരുന്നുണ്ട്, സിജോ ഒരു ടോക്ക് വരുന്നുണ്ട്. സിജോ ഒക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിജോ ഈ ഒരു ടാസ്ക് നോറയുടെ ടാസ്ക് തീരുന്നതിന് മുന്നേ തന്നെ പറയുന്നത്, അതായത് നമ്മുടെ എന്തായിരുന്നു, അയ്യോ
അവളുടെ വാപ്പ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവള് പഠിക്കാൻ, ഇവക്ക് മറ്റേ IAS കോച്ചിങ് അങ്ങനത്തെ കളക്ടർ ആവണം എന്നുള്ളൊരു പരിപാടി ആയിരുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ കാശൊക്കെ കൊടുത്തു. പക്ഷെ ഇവൾ ആ കാശൊന്നും ഉപയോഗിക്കാതെയാണ് ഇവള്. പക്ഷെ അവിടെ വന്നിട്ട് കുറ്റം പറയുന്ന മൊത്തം വാപ്പേനെ. അവൾ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ കുറ്റമൊന്നും, അൻസിബ അത് എടുത്തു പറയുന്നുണ്ട്, ഇവള് കുറ്റമൊന്നും പറയത്തില്ല എന്നും പറയും. എന്നിട്ട് അവൾ വന്നിരുന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്റെ വാപ്പ, എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്റെ വാപ്പ. ഈ ഒരു സാധനം അവളോട് പലതവണ പറയുന്നുണ്ട്. മറ്റേ ക്യാമറ ഇന്ന് തന്നെ ഇപ്പൊ ഈ ഒരു പരിപാടി, ഈ ഒരു പ്രശ്നമൊക്കെ അവിടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചു, ഒറ്റയ്ക്ക് ആരും വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല നോറയ്ക്ക്. ഈ ഒരു ടാസ്ക് അവളുടെ കയ്യിലാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് പോയിരുന്ന് നാട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമല്ലോ, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക. ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാമറയോടാണെന്ന് എല്ലാവരും ഇനി അത് അറിഞ്ഞു കാണും. അറിഞ്ഞു കാണും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പൊ അകത്തുള്ള കുറെ പേരൊക്കെ അറിയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നോറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടിക്കണോ. അതുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി പറയുന്നില്ല, നേരെ മറിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞ കാര്യം തന്നെ ഇരുന്ന് പറയുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പൊ സിജോ പറഞ്ഞുകൊണ്ടിരുന്ന വാപ്പ കാശൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവളതൊന്നും ഉപയോഗിക്കാതെ അവൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്ക് അവർക്ക് വിഷമമായി. ഇവളെന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് വീട് മാറിയത് കൊണ്ടാണ് അവരെന്നെ മൈൻഡ് ചെയ്യാത്തതെന്നൊക്കെയാണ് നോറ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് മാത്രമല്ല, വാപ്പ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാശൊക്കെ അവള് മറ്റേ പുട്ടടിച്ചിട്ടാണ് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് വീട്ടുകാർ ഒരു പരിധി കൂടുതലുള്ള മൈൻഡ് ചെയ്യായിരുന്നത്. അതിനകത്ത് വീട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. ഐ വാല്യൂ എവരി പേഴ്സൺസ് പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും കുറ്റം പറയാൻ പോകുന്നില്ല. പിന്നെ നോറേനെ ഈ ഒരു കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗെയിമാണ് അവിടെ നടക്കുന്നത്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഓരോ പേഴ്സൺസിനെ പറയാം എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, കാരണം നമ്മൾ ആ പേഴ്സന്റെ പേഴ്സണൽ ലൈഫിലേക്കല്ല പോകുന്നത്. ആ പേഴ്സന്റെ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആ ഒരു ഗെയിമറിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു പരിപാടിയൊക്കെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, അൻസിബ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ എപ്പിസോഡ് തീരുന്നോളം വരെ അതിനുശേഷം ഒരു 2 ഗെയിമൊക്കെ കഴിഞ്ഞു. ഞാൻ ആ ഗെയിമിനോട്ടൊന്നും അധികം പോകുന്നില്ല കേട്ടോ. എനിക്കിന്നത് പറയാനുള്ള ഒരു ത്രാണിയൊന്നുമില്ല. കാരണം ഫുൾ അൻസിബയാണ്. ആ ഗെയിം നടന്നുകൊണ്ടിരുന്നപ്പോഴും ഞാനിത് ആലോചിക്കുന്നത്, എന്ത് മൈൻഡ് ഗെയിമറാണ് അവള്. ഭയങ്കര മൈൻഡ് ഗെയിമർ അവള്. ഇതെല്ലാം അകത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം അകത്ത് വെച്ചിട്ടാണ് ഒരു അടി അടിച്ചത്. ഇതേ കണക്ക് ജാസ്മിൻ മോൾക്ക് ഇന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അടി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ജാസ്മിൻ കൂടുതൽ ഇപ്പൊ പ്രവോക്ക് ആവാൻ പോകുന്നില്ല. ജാസ്മിൻ അറിയാം കൂടുതൽ പ്രവോക്ക് ആയാലും ഞാൻ തന്നെ നാണം കെടും. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നാണം കെട്ട് പോകുന്നുണ്ട്. ജാസ്മിൻ ഫാൻസിനോടും കൂടെ തന്നെ കേട്ടാ. മോള് മറ്റേ വലിയ പൊളിയാണെന്ന് വിചാരിച്ചിരിക്കേണ്ട. നല്ല രീതിയിൽ ചേച്ചിക്ക് അടി കിട്ടുന്നുണ്ട് സൈഡിൽ കൂടെ ഒക്കെ. ചേച്ചി പിന്നെ കൂടുതലൊന്നും മറ്റേ കുളവാക്കാൻ പോകാത്തതാ. പോയി കഴിഞ്ഞാൽ പണിയാവുമെന്ന് അറിയാം. പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല. പിന്നെ വെറുതെ ഇനി വഴക്കുണ്ടായി എല്ലാരും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ വെറുതെ വഴക്ക് മാത്രമല്ലാതെ ഗെയിം കളിക്കൂ എന്നുള്ളൊരു സാധനം ഓൾറെഡി അവിടെ പറഞ്ഞേക്കുന്നത് കൊണ്ടും നമ്മുടെ അൻസിബ ഇന്നത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആവശ്യമില്ല കിടന്ന് ഒച്ച വെക്കാനൊന്നും വയ്യ, ഗെയിം കളിക്കാൻ പോവുക. അത് ഞാൻ പറഞ്ഞില്ലേ, അവള് ഭയങ്കരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ ഒരു ടോപ്പ് 5 എന്ന് പറയുന്നതിനകത്ത് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും അൻസിബ. ഇങ്ങനെ മൈൻഡ് ഗെയിം യൂസ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തു നോറയ്ക്ക്. ഇതേ കണക്ക് അവിടെ ഓരോ ആൾക്കാർക്കും കൊടുക്കാൻ നിന്നാൽ അവിടെ പല ആൾക്കാരുടെയും മുഖം മൂടിയൊക്കെ കീറി. ഓക്കെ, അപ്പൊ ഇന്ന് അൻസിബയെ പൊക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് അങ്ങോട്ട് സമർപ്പിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഗെയിം അതിനകത്ത് കാണുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി ഇന്ന് അവിടെ നടന്നേക്കെ സാധാരണ യൂഷ്വൽ ഗെയിംസ് ആണ്. 2 ഗെയിം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മറ്റേ നമ്മുടെ നോറ ചേച്ചി നമ്മുടെ നന്ദനയ്ക്ക് വയ്യാതെ ആകുന്ന ഒരു പരിപാടിയൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ആദ്യമേ വിചാരിച്ചു ചൂടായ്പായിരിക്കും. ചൂടായ്പൊന്നും അല്ല കേട്ടോ. ശരിക്കും കൊച്ചിന് വയ്യാതായിപ്പോയത്. അത്രയും മറ്റേ ബ്രീത്ത് എടുത്ത് ആ ബോളിനകത്തെ പേപ്പർ ഊതാൻ ശ്രമിച്ചിട്ടായിരിക്കും. അപ്പൂപ്പൻ താടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഊതിക്കളയാം. ഇത് അപ്പൂപ്പൻ താടിയോ അല്ലെങ്കിൽ വേറെ മറ്റേ സ്പോഞ്ച് പഞ്ഞിയൊന്നും അല്ലല്ലോ, പേപ്പറല്ലേ, കട്ടിയുള്ളതല്ലേ. അങ്ങോട്ട് ഊതാൻ നേരത്തെ ഒരുപാട് സ്ട്രെയിൻ എടുത്തുകൊണ്ടായിരിക്കും വയ്യാതെ ആയത്. എന്തായാലും അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ആവാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെയും ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഒരു ബിഗ് ബോസ് ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിബി ന്യൂസ് എന്നൊക്കെ പറഞ്ഞ സാധനം ജസ്റ്റ് രസമാണ്. അതൊക്കെ നല്ല കാര്യമായിരുന്നു. പക്ഷെ മക്കളെ, അൻസിബൈത്ത നല്ല ഗെയിമായിരുന്നു. നന്നായിട്ട് ഗെയിം കളിക്കുക, അങ്ങോട്ട് പൊളിക്കട്ടെ. ടോപ്പ് 5 വരട്ടെ അൻസിബൈത്ത. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചേട്ടന്മാരുണ്ടെങ്കിൽ, ചേച്ചിമാരും ഉണ്ടെങ്കിൽ, അങ്കിൾമാരുണ്ടെങ്കിൽ, ആന്റിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ഒക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.